ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകമാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായമാണിന്ന്. 10-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയെ രണ്ടാമത് വിളിച്ച് കൽപ്പനകൾ എഴുതി കൊടുത്ത കാര്യമാണ് മോശ ആദ്യയോടെ വിശദീകരിക്കുന്നത്. ആദ്യം യഹോവയായ ദൈവം മോശയെ പർവ്വതമുകളിലേക്ക് വിളിച്ചു. അഗ്നിയിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. അങ്ങനെ 40 ദിവസം മോശ അവിടെയായിരുന്നു. യഹോവയുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് താഴെ അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതും. അങ്ങനെ അത് പറഞ്ഞ് യഹോവയായ ദൈവം മോശയെ അവിടുന്ന് തിരിച്ചയക്കുന്നതും മോശ വന്നത് കണ്ട് കൽപ്പനകൾ എറിഞ്ഞ് പൊട്ടിക്കുന്നതും. അതിനുശേഷം വീണ്ടും മോശ പർവ്വതമുകളിൽ ചെന്ന് യഹോവയോട് കൽപ്പനകളൊക്കെ എഴുതി വാങ്ങിച്ച സംഭവം 1-ാം വാക്യം മുതൽ മോശ ഒരിക്കൽ കൂടി ആ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ കൽപ്പലകൾ മരം കൊണ്ടൊരു പേടകമുണ്ടാക്കി അതിൽ സൂക്ഷിക്കണം. ആ പേടകത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 1, ഈ കൽപ്പലകൾ. 2, മരുഭൂമിയിൽ അവർ കൽപ്പിതകരമായി കൊടുത്ത മന്ന. 3, അഹറോൻ്റെ തളർത്ത വടി. ഈ 3 കാര്യങ്ങളാണ് ആ പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ മുകളിലായിരുന്നു മറ്റേ കെരൂബുകളുടെ രൂപം കൊത്തിവയ്ക്കുകയും യഹോവയുടെ സാന്നിധ്യം അവിടെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തു. ആ പേടകം ചുമക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്ന ലേവ്യ ഗോത്രത്തെയാണ്. അവരുടെ ഉത്തരവാദിത്വമായിരുന്നു യഹോവയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന 3 ഘടകങ്ങളായിരുന്നത്. അവർക്ക് ഭൂമിയിൽ മറ്റവകാശങ്ങളൊന്നും തന്നെയില്ല. ഇസ്രായേൽ ജനത്തിന് വസ്തുക്കളൊക്കെ ഭാഗിക്കുമ്പോൾ ഇത് ലേവ്യർക്കില്ല, മറ്റുള്ളവർക്ക് ദശാംശം കൊടുക്കണം. ഇവിടെ പറയുന്ന അവരുടെ അവകാശം ദൈവമാണ്. ദൈവത്തെ സൂചിപ്പിക്കുന്ന 3 കാര്യങ്ങൾ അവർ വഹിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് അവരുടെ അവകാശം ദൈവമാണ്. ഭൂമിയിൽ മറ്റവകാശങ്ങളൊന്നും തന്നെ അവർക്കില്ല. മറ്റുള്ളവർ അവർക്ക് ആവശ്യമായത് നൽകുവാനുള്ള ക്രമീകരണം ദൈവം ചെയ്ത കാര്യം മോശ ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 12-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. എന്താണ് യഹോവയായ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ദൈവം ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ: ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നീ ദൈവത്തെ സ്നേഹിക്കണം. എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. അതാണ് നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ആവശ്യപ്പെട്ടത്. പിതാക്കന്മാർ അപ്രകാരം എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം അവർക്ക് വാഗ്ദത്തങ്ങളെ നൽകി. ആ വാഗ്ദത്തത്തിൻ്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളും അപ്രകാരം ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുകയും സമൃദ്ധി ഉണ്ടാകുകയും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ്. എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ആ സ്നേഹം മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും ഉള്ള നിസ്വാർത്ഥമായ ഒരു സ്നേഹമായിരിക്കണം. ആ സ്നേഹം മാത്രമേ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നുള്ളൂ. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ദൈവത്തെ മറന്നുള്ള ജീവിതം, അതൊരിക്കലും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തോടുള്ള ഭയമുണ്ടാകുന്നത്. അല്ല, ഭയപ്പെട്ടിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്. ഭയപ്പെട്ട് സ്നേഹിക്കുന്നത് ദാസന്മാരാണ്. ദാസന്മാരെ, യജമാനന്മാരെ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും ഭയപ്പെട്ടിട്ടാണ്. പക്ഷെ മക്കൾ ആ ബന്ധത്തിൽ നിന്നാണ് അവർ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അത് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമായിട്ടാണ്. ആ രീതിയിൽ നമ്മളതിനെ കാണുവാൻ നമുക്കിടയായിത്തീരണം. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. കർത്തൃപ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെയും കാരണം അതുതന്നെയായിരുന്നല്ലോ. യഹോവയായ ദൈവം മോശ മുഖാന്തരം പറയുന്നത്, നിങ്ങൾ ദുസ്സാഠ്യക്കാരാവരുത്. നിങ്ങളുടെ ദുസ്സാഠ്യമാണ് മരുഭൂമിയിൽ ഇത്രയും വർഷം നിങ്ങൾ അലഞ്ഞു തിരിയേണ്ടി വന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. ദൈവമാണ് നിങ്ങളെ വഴി നടത്തുന്നത്. എത്രയോ അത്ഭുതകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു മനോഭാവം നിങ്ങളുടെ മുമ്പിലുണ്ടാകണം. നിങ്ങളുടെ ദൈവം ദൈവങ്ങളുടെ ദൈവമാണ്. അവൻ കൈക്കൂലി വാങ്ങാത്തവനാണ്. അവൻ അനാഥരെയും വിധവകളെയും അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പക്ഷത്താണ്.
അവരെയൊക്കെ അവൻ സ്നേഹിക്കുന്നതാണ്. അവൻ ദൈവങ്ങളുടെ ദൈവവുമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുകയും ആ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യണം. അവൻ അനാഥർ, വൃദ്ധവർ എന്നിവരെയൊക്കെയും അവൻ സംരക്ഷിക്കുന്നവനാണ്. എന്നതുപോലെ പറയുന്നത്, നിങ്ങൾ പരദേശികളെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രയീമിൽ നിങ്ങളുടെ പിതാക്കന്മാരും പരദേശികളായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു പരദേശിയുടെ നിസ്സഹായമായ അവസ്ഥ നിങ്ങൾക്കറിയാവുന്നവരാണ്. അതുകൊണ്ട് അപ്രകാരമുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കുവാനും കരുതുവാനും അവരെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതിനുള്ള വലിയ സത്യം മോശെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവസാന ഭാഗത്ത് പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ എത്ര പേരുണ്ടായിരുന്നു? 70 പേരാണ് ഉണ്ടായിരുന്നത്. ആ 70 പേരെയാണ് ആകാശത്തിലെ നക്ഷത്രം പോലെ സംഖ്യാതീതമായി ഞാനിന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മൾ എത്ര പരിമിതപ്പെട്ട ജീവിത സാഹചര്യങ്ങളായാലും ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ അനേകായിരമായി നമ്മെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും ദൈവം സന്നദ്ധനാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കേണ്ടത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ആവശ്യപ്പെട്ടത് തന്നെയാണല്ലോ. ദൈവത്തെക്കാൾ ഉപരി അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ മറ്റൊന്നിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന് യോഗ്യനല്ല. അതുകൊണ്ട് എല്ലാത്തിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുന്ന ആ വലിയ അനുഭവത്തോടെ ജീവിപ്പാൻ നമ്മുടെ ആധ്യാത്മിക ജീവിതങ്ങളും നമ്മുടെ പഠനങ്ങളും നമ്മുടെ വായനകളും നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവും.